ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഐശ്വര്യവും നന്മയും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ചിങ്ങപ്പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി തന്നെ ഞാൻ കിച്ചണൊക്കെ വൃത്തിയാക്കി കോലമൊക്കെ ഇട്ട് രാവിലെ മോൾക്ക് പോകണം. അതുകൊണ്ട് തന്നെ അരിയും പരിപ്പും ഒക്കെ രാത്രി തന്നെ എടുത്തു വെച്ചു. ഇഡ്ഡലിക്കുള്ള മാവും അരച്ചു വെച്ചു. രാവിലെ എണീറ്റ് കുളിച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും. രാവിലെ 4:30 മണിക്ക് തന്നെ ഉണർന്നു. ബ്രഹ്മമുഹൂർത്ത വിളക്കും കത്തിച്ച് പൂജാമുറിയിലെ വിളക്കുകളും കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് കുറച്ച് നേരം. എനിക്കെൻ്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നറിയോ? എൻ്റെ പൂജാമുറിയാണ് കേട്ടോ. എനിക്ക് അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അത് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്ക് ദേവിക്ക് വേണ്ടി ദേവന് വേണ്ടിയിട്ടൊക്കെ ഓരോന്നങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി മറ്റൊന്നിൽ നിന്നും തന്നെ കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു. മനസ്സിന് വളരെയധികം തൃപ്തിയായി. ഉടനെ തന്നെ കിച്ചണിലേക്ക് കയറി 3 അടുപ്പിലും 3 സാധനങ്ങൾ വെച്ചു. ഒന്നിൽ ചോറും, ഒന്നിൽ ഇഡ്ഡലിയും, ഒന്നിൽ പരിപ്പും വെച്ചു. കർക്കിടക മാസത്തിൻ്റെ വറുതികൾക്ക് ശേഷം ചിങ്ങം ഒന്നെന്ന് പറയുന്നത് സംതൃപ്തിയുടെയും നിറവിൻ്റെയും ഒക്കെയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ. ഇവിടെ വന്നപ്പോൾ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ ആയി. നെല്ലിക്ക അച്ചാറും അവിയലും ഒരു സോയാ ഫ്രൈയും. മോൾക്ക് സോയാ ഫ്രൈ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സോയാ ഫ്രൈയും ആക്കിയിട്ടുണ്ട്. കൂടെ തന്നെ പരിപ്പ് കറിയും ഉണ്ടാക്കി. എന്നിട്ട് അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. എൻ്റെ വീടിന് മുന്നേ തന്നെയാണ് മുത്താരമ്മൻ ക്ഷേത്രം. അപ്പോൾ ഞാൻ അവിടേക്ക് പോവാണ്. അവിടെ പോയപ്പോൾ തന്നെ വലിയ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ 1-ാം തീയതി എന്നും തിരക്കാണ് ഇവിടുത്തെ അമ്പലത്തിൽ. അതിൽ 1-ാം തീയതി ആകുമ്പോഴത്തേക്കും പ്രത്യേകം തിരക്കായിരിക്കും. നല്ലൊരു പൂക്കളമാണ്. പിന്നെ ദേവിക്ക് നാരങ്ങ വിളക്കും നെയ് വിളക്കുമായിട്ട് ഇവിടെ ദേവിയും ദേവനും ഒരുമിച്ചിരിക്കുന്നതാണ് കേട്ടോ പ്രതിഷ്ഠ. ശേഷം ഞാൻ അഗസ്ത്യാർ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയധികം ശില്പങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് നമ്മുടെ അഗസ്ത്യാർ സ്വാമി ക്ഷേത്രം. അതിനടുത്തായിട്ട് തന്നെ ഒരു ഷോപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന്. അമ്പലത്തിൽ കയറി തൊഴുന്നിറങ്ങി. സ്ട്രീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. രാവിലെ കടകളൊന്നും തുറന്നിട്ടില്ല. ഇവിടെ ഒരു പഴയ ഓലമേഞ്ഞ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഇത് ഞാൻ സ്ഥിരം സാധനം മേടിക്കുന്ന ഷോപ്പാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അതിരാവിലെ എണീറ്റത് കൊണ്ടാവാം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചട്നി ഇല്ലാത്തത് കൊണ്ട് അവിയലും ചേർത്തിട്ടാണ് ഞാനിന്ന് ഇഡ്ഡലി കഴിച്ചത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.